Hi guys, welcome back to my YouTube channel ശ്രീഹരി നന്ദു. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങളാരും ഒന്നും ഈ യൂട്യൂബ് ഇമ്പ്രസ് ചെയ്ത് നിങ്ങളിലേക്ക് അയക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കിപ്പോൾ അറിയില്ല. യൂട്യൂബ് ഇമ്പ്രസ് ചെയ്താലേ വ്യൂസ് കിട്ടുള്ളൂ, വ്യൂസ് കിട്ടാലേ സബ്സ്ക്രൈബേഴ്സ് കിട്ടുള്ളൂ. പ്ലീസ് ഗൈസ് എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അതും കൂടെ ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ നിങ്ങൾ സ്മോൾ കുക്കിംഗ് വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഞാൻ അപ്പോൾ ഒരു വീഡിയോ നൈറ്റ് ഇതും കൂടെ ചെയ്തിരുന്നു എന്ന് സ്റ്റഡി റുട്ടീൻ കൂടെ ചെയ്തിരുന്നു എന്ന്. അപ്പോൾ ഗൈസ് അത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഇന്നത്തെ സ്റ്റഡി റുട്ടീൻ ഞാൻ ഇന്ന് എടുക്കാൻ പോവുകയാണ്. ഗൈസ് എനിക്കിനിപ്പോൾ SS 2 ചാപ്റ്റർ വേണ്ട. ഞാൻ എന്താ യൂണിഫോം കഴിഞ്ഞാണ് ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ട് വന്നതാണ്. ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറിയ ഇവിടെ നിൽക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ച് ഒന്ന് വീഡിയോ എടുത്തു കളയാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഗൈസ് ഇങ്ങനെയൊക്കെ തന്നെ എനിക്ക് ഈ വീഡിയോ ഞാൻ പഠിച്ചു തീരണമെന്നില്ല. ഞാൻ ഇപ്പോൾ ഇന്നത്തെ ഈ നമുക്കിപ്പോൾ 5 മണിക്ക് ഈ ബ്ലോഗ് ഇവിടെ ആരംഭിക്കുകയാണ്. ഗൈസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങളുടെ വ്യത്യസ്തമായ വീഡിയോസ് ലഭിക്കണമെങ്കിൽ അപ്പുറത്തുള്ള ബെല്ലേക്ക് ഓൾ നടത്തുക. ഓക്കെ ഗൈസ്, നമുക്ക് വൈകുന്നേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. ടെസ്റ്റ് എടുക്കാം കേട്ടോ, ഇതുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഐഡിയ ഇല്ല. നോട്ട് വെച്ചാൽ പഠിക്കണം. നോട്ട് വെച്ച് പഠിക്കാം. അപ്പോൾ ഗൈസ് ഒരു ചാപ്റ്റർ ഒരു ഇതുവരെ തീർത്തിട്ട് ഒരു ചാപ്റ്റർ തീർത്തിട്ട് വരുമെന്നല്ലേ ഞാൻ പറയുന്നത്. എന്താ ഇതുവരെ ടോപ്പിക് ഇൻ്ററല്ല ഇതുവരെ എത്തി. ഇനി ഇത് ഇത്രയും ഇതുവരെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 6:15 ഗൈസ്. അത് മൊത്തം പഠിക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ വന്നേ വേണ്ടോ എടുത്ത് കാരണം ഗൈസ് 3 ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. 3 ചാപ്റ്റർ അല്ല സോറി 2 ചാപ്റ്റർ. ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് അപ്പോൾ ഗൈസ് ഒരു 2 മണിക്കൂർ ഞാൻ പറയല്ല, കറക്റ്റ് 2 മണിക്കൂർ ഗൈസ്. 7 മണി ഒരു ചാപ്റ്റർ തീർത്തു. ഇനിയുള്ളൊരു ചാപ്റ്റർ തലയൊക്കെ വെട്ടിപ്പോകുന്നില്ല. പക്ഷെ എനിക്ക് ആ പഠിച്ചോന്ന് എനിക്ക് ഉറപ്പില്ല. നിങ്ങൾക്ക് വലിച്ചെല്ലാം അറിയുകയാണെങ്കിൽ ഗൈസ്
താഴെ ഫേസ് റിവ്യൂ ഞാൻ ഇവിടെ കൊടുത്തേക്കാം, പിൻ ചെയ്ത് കൊടുത്തേക്കാം. ഫേസ് റിവ്യൂവിൽ വീഡിയോ പോയി കണ്ടിട്ട് വാ. ഓക്കെ, ഒന്നിച്ചിന് വേണ്ട വലിയ ചാനൽ. ആ വലിച്ചമ്മന്ന് ചോദ്യം ചോദിച്ചാലേ പറയുന്ന ഉത്തരം പറയണതിന് ശരിയാണോ അല്ലയെന്ന് അറിയാൻ പറ്റും. ഇല്ലേ ആളെ എൻ്റെ ട്യൂഷൻ ടീച്ചർ എൻ്റെ അടുത്ത് അലക്കും. നമ്മൾ വിളക്ക് കത്തിച്ച സിനിമ കേട്ടോ അമ്മേ പറയണം. വലിച്ച ഉടുപ്പിടാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. വലിച്ച വന്ന് ചോദ്യം ചോദിക്കണം കൈസ്. എനിക്കൊരു പുണ്ണാക്ക് ഇറങ്ങുന്നുണ്ടോ സത്യത്തിൽ. ഇതിലോട്ട് പോവാം. വലിച്ചും വരുമ്പോൾ വീട്ടിൽ വലിച്ചും ഒന്ന് നോക്ക്. എനിക്കറിഞ്ഞൂടാ പറയാൻ പറ്റുമെന്ന് തന്നെ അറിഞ്ഞൂടാ. ദൈവം പറയാൻ സഹായിക്കാതെയായിരുന്നു. ഇല്ല നാളെ ടീച്ചറെ കഴിയുന്നു. അടിയിട്ടുള്ളവർ ഓരോ പറയാം. അടിയിട്ടുള്ളതല്ല വീട്ടിൽ വിളിച്ച് പറയും. ഇതാണ് വിശ്വാസം. ഞാൻ പറയട്ടെ ഇല്ല തോന്നണോ? ആ നമുക്ക് വലിയ എൻട്രി ആവാം. എന്തിനാ കഴിയും? ചപ്പാത്തി കൈസ്. നേരത്തെ ചുട്ട വീഡിയോ നിങ്ങൾ കണ്ടു കാണും. എത്ര പേര് കണ്ടു? 4-5 പേര് കണ്ടു. വലിച്ചെന്റെ ഡ്യൂട്ടി ഇതിന് എത്ര അത്ര ശരിയാവും അറിയില്ല. എല്ലാം കഴിയണം. ഇഷ്ടമുള്ളതുകൊണ്ട് കഴിക്കാം. ഇടയ്ക്കൊക്കെ ചോദിക്കാം. ഇതുകൊണ്ടാണ് ചോദിക്കുക. തൊന്നും എനിക്ക് അറിഞ്ഞൂടാ. വലിയ ഫോട്ടോ കുറച്ച് ദിവസമായി ഞാൻ ഇത് വല്ലാം പറഞ്ഞാ വലിയൊരു ഫോട്ടോ വലിയ ഫോട്ടോ എടുക്കാം. വലിയ ചിരി ഇങ്ങനെ വെച്ചല്ലേ കൈസ് എടുക്കാൻ പറ്റുള്ളൂ. ഈ കൈസ് എടുത്തിട്ടുണ്ട്. അത് കാണിക്കണമെങ്കിൽ നമ്മളെ ക്യാമറ കട്ടാകും. ഇപ്പൊ ചോദ്യം ചോദിക്കും. വലിച്ചത് വയസ്സായി കണ്ണാടി വെച്ചാലേ കാണാവുള്ളൂ. അപ്പുറത്തൊന്നുമില്ല. ഇപ്പുറത്തൊട്ട് ആണെങ്കിലും ഇപ്പൊ ചോദിക്കും. എനിക്കൊരു പുണ്ണാക്ക് പറയുമ്പോ അഗ്രികൾച്ചറൽ മറ്റേത് സെക്ടർ. ആൻസർ അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് ഓർഡറിൽ ചോദിക്കാതെ ഇടയ്ക്ക് എന്നൊക്കെ ചോദിക്കും. വലിയ പെട്ടി അതിൽ നിന്ന് ആരെങ്കിലും ഒന്ന് ചോദിനി. ഇവിടെ വെട്ടിയേക്കണ എല്ലാം കളർ അടിച്ച് നാച്ചുറൽ ഫാക്ടേഴ്സ്. നാച്ചുറൽ ഫാക്ടേഴ്സ് എന്തൊക്കെ? നാച്ചുറൽ സോയില് ഇല്ലേ, ടോപ്പോഗ്രഫി, അവൈലബിലിറ്റി ഓഫ് വാട്ടർ. ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് അവൈലബിൾ അടുത്ത് എക്കണോമിക് ഫാക്ടേഴ്സ്. അറിയൂടും ചോദിക്കണേ പെട്ട്. പ്രൈസ് ഓഫ് അഗ്രികൾച്ചർ ആൻസർ അല്ലേ ഇപ്പോൾ? പ്രൈസ് ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് അതൊക്കെ അത് നോക്കിയില്ല. ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയില്ല. അത് വിട്ടേരാം. വേറെ എന്തൊക്കെ ഞാൻ നോക്കി. എനിക്ക് അതിൻ്റെ ബാക്കിയാണ് അത് നോക്കണ്ട. ആ ക്വസ്റ്റ്യൻ ഞാൻ വിട്ടു. ഇൻഫ്രാസ്ട്രക്ചർ. എനിക്ക് അറിഞ്ഞൂടാ. അല്ലേ പറഞ്ഞ ഈ ക്വസ്റ്റ്യനെ ഞാൻ നോക്കിയില്ല. വേണ്ട.
Which are one type, really? Type of explosive system. Cropping system. ക്രോപ്പിംഗ് സിസ്റ്റം നമ്മൾ എന്തൊക്കെ എഴുതാനൊക്കെ അറിയാമോ? അഞ്ചിന്റെ ഇത് കിടിലാണ് അല്ലേ എലിജ? ആൻസർ കേട്ടാ, മോണോ ക്രോപ്പിംഗ്, പോളി ക്രോപ്പിംഗ്, ഇത് മറ്റേ മിക്സഡ് ക്രോപ്പിംഗ് അല്ല, മൾട്ടിപ്പിൾ ക്രോപ്പിംഗ്. വലിച്ചു ഗൈസ്. മോണോക്രോപ്പിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കൾട്ടിവേറ്റിംഗ്. ഒരു സെക്കൻഡ് ക്യാമറ വെച്ചോ. അപ്പോൾ ഗൈസ് വലിച്ച് ഇവിടെ നിറങ്ങിപ്പോയി ഗൈസ്. വലിച്ചിന് അത് അമ്മാമ അടിച്ചു ഗൈസ്, സൗണ്ട് പോയി. വായിക്കാൻ പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അടുത്ത പാഠം തുടങ്ങാമെന്ന്. അടുത്ത പാഠം ഇതിനെക്കാട്ടി ഉണ്ടോയെന്നൊക്കെ അത്യാവശ്യം എനിക്കറിയാം. വലിയ സീനില്ലാത്ത പാഠമാണ് അടുത്ത പാഠം ഗൈസ്. ഈ ലൈറ്റ് ആയിട്ട് ഇവിടുത്തെ ലൈറ്റ് പ്രശ്നമുള്ളതാണ് മനസ്സിലായത്. ഈ ലൈറ്റ് പക്ഷേ ഇപ്പോൾ ഈ ലൈറ്റ് ഇങ്ങോട്ട് തിരിച്ച ഗൈസ്. അടുത്ത ചാപ്റ്റർ തീർച്ചിട്ടില്ല, അതിൻ്റെ പകുതിയായിട്ട് വരാം. ഇതിന് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് കേട്ടാ 13 ക്വസ്റ്റ്യൻ. 13ന്റെ പകുതി 6 കാര്യം. ഇപ്പം 6 ക്വസ്റ്റ്യൻ ആകുമ്പോൾ തിരുമ്പി പാക്കൊള്ളാം. ഞാൻ പഠിച്ചു കഴിഞ്ഞു അല്ലേ? നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ്സസ് ഇനി എന്താണ് പരിപാടി? ഇനി 2 ദിവസം മാറ്റി വെച്ച ചപ്പാത്തി ഉണ്ട്. നമുക്ക് മാഗി ഉണ്ടാ വലിച്ചെങ്ങനെ ഇതിട്ട് കൊടുത്തോട്ട്. വലിച്ചെന്നെ വിശ്വാസമല്ല ഇടാൻ പറ്റണല്ലോ. പിന്നെ രാത്രി ഉറങ്ങാതെ എന്തിരിക്കും വലിച്ച ഡൗൺലോഡ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യും. ഡൗൺലോഡ് ചെയ്യണം. പിടി ഇട്ടിരിക്കുകയാണ്. ഇവിടെ അത്തത് കണ്ടല്ലോ. പോയി അനക്കിന്ന് കുഴപ്പമൊന്നുമില്ല. വേറെ ഇപ്പം ബാഗില്ല. നമ്മളെ ഈ ദുരന്ത കഥയൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ എലിജ, നമ്മൾ ഈ വ്ളോഗ് നിർത്തയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോസ് ലഭിക്കുന്നത് അപ്പുറത്തുള്ള ബെല്ലേക്ക് ഓണം നടത്തും ഗൈസ്. അപ്പോൾ ഗൈസ് എങ്ങനെ വെച്ചാൽ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.
3, 2, 1.